ഒരു സിംഹത്തിന് പറ്റാത്തതാണോ കേവലം ഇത്തിരി പോലത്തെ ഒരു എലിക്ക് സാധിക്കുക? ഒരു നാൾ ഒരു എലി സിംഹത്തിൻ്റെ വായിൽപ്പെടുന്ന അവസ്ഥയിലേക്ക്, അതിന് ഭക്ഷണമാകുന്ന അവസ്ഥയിലേക്ക് ഇരയാവുന്നു. പക്ഷേ എലി അഭ്യർത്ഥിക്കുന്നു, അങ്ങ് വലുതാണ്, മഹാനാണ്, എന്നെ ഭക്ഷിക്കരുത്, എന്നെ വിട്ടേക്കൂ, അങ്ങേക്ക് എന്നെ കൊണ്ട് പ്രയോജനം ചെയ്യും. എന്തായാലും സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാത്ത സിംഹം, തനിക്ക് കിട്ടുന്നത് അപ്പോഴേ ഭക്ഷിക്കുക എന്നുള്ള സ്വഭാവക്കാരനാണല്ലോ സിംഹം. എന്തായാലും ഈ എലിയെ വെറുതെ വിടുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഈ സിംഹം ഒരു വലിയ വലയിൽ പെടുന്നു. മനുഷ്യൻ കുരുക്കിയ കെണിയിലാണ് ഈ സിംഹം വീണത്. എന്നാൽ ലോജിക്കലി നമുക്ക് ചിന്തിക്കാം, ഒരു സിംഹത്തിന് ഈ വല ഭേദിക്കാൻ സാധിക്കാത്തതാണോ കേവലം ഇത്തിരി പോലത്തെ ഒരു എലിക്ക് ഇതിൻ്റെ ആ നെറ്റ്, ആ വല ഭേദിച്ച് കളയാൻ, ഒരു ഊട്ടം ഉണ്ടാക്കി ഈ സിംഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്? നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കും, സിംഹത്തിന് ചെയ്യാൻ പാടുള്ളതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് എലി വന്നിട്ട് ഈ ഊട്ടം ഉണ്ടാക്കി സിംഹത്തെ രക്ഷിക്കേണ്ട കാര്യം എന്ന് നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എലിയുടെ ആ പല്ല്, എലിയുടെ ആ കഴിവ്, അത് ചെറിയ ചെറിയ സംഗതികൾ പോലും കടിച്ച് റെഡിയാക്കി എടുക്കാനുള്ള അതിൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള അതിൻ്റെ വാസന, അതിൻ്റെ പ്രകൃതത്തിലുള്ളത്, കടിച്ചു കീറി എടുക്കാനുള്ളത്. അപ്പോൾ സിംഹത്തിൻ്റെ വളരെ വലിയ വായും വലിയ പല്ലുകളുമൊക്കെ ആണ്, ഭയങ്കര ബലിഷ്ഠനൊക്കെ ആണെങ്കിൽ പോലും ചില സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ അതിനെ സ്വയം രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ അകപ്പെട്ടു. എന്തായാലും എലി തൻ്റെ ആ ചെറിയ കഴിവാണെങ്കിലും ആ നെറ്റ് ഊട്ടയുണ്ടാക്കി, സിംഹവും കൂടി അതിന് കൂട്ടുനിന്ന് ഇരുവരും കൂടി ചേർന്ന് ഈ സിംഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ വലിപ്പം ചെറുപ്പം, അല്ലെങ്കിൽ എലി, അല്ലെങ്കിൽ നാളെ ഇത്രയല്ലേ ഉള്ളൂ ഇവനെ കൊണ്ട് എന്താണ് നമുക്ക് നാളെ പ്രയോജനം, അല്ലെങ്കിൽ ഇയാൾ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ മറ്റും കൊണ്ട് ഇയാൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന ധാർഷ്ട്യം മനുഷ്യന് പാടില്ല. കാരണം അടുത്ത നിമിഷം നാം എന്ത് കെണിയിലാണ് പെടുന്നത് നമുക്കറിയില്ല. ആര് നാളെ നമുക്ക് ഉപകരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരെയും വില കുറച്ച് വില താഴ്ത്തി ചിന്തിക്കാൻ പാടില്ല. എല്ലാവരിലും ദൈവാംശമാണ്, എല്ലാവരിലും ആ ദൈവ ചൈതന്യമാണ്. ഓരോരുത്തരുടെ ജന്മസിദ്ധമായ കാരണങ്ങളാൽ, കർമ്മം കൊണ്ട്, വിധി അനുസരിച്ച് പലരും പല കാര്യങ്ങളിൽ ചെറുതായി പോകുന്നു. ചിലർ ആരൊക്കെയാണ് ധരിച്ച് സ്വയം വലിയ ആൾക്കാരായിട്ട് നടിക്കുന്നു. പക്ഷേ എല്ലാവരിലും അവരുടേതായ കഴിവുണ്ട്, എല്ലാവരിലും അവരുടേതായി അവർക്ക് മാത്രമായിട്ടുള്ള ചില പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും പൂർണ്ണരല്ല, നമുക്ക് ആർക്കും പെർഫെക്ഷൻ ഇല്ല. അതുകൊണ്ട് സിംഹം ഭയങ്കരമാണ്, അതുകൊണ്ട് എന്തും സാധിക്കും, ഇല്ല, ഇവിടെ ഫെയിലായല്ലോ, എലിയുടെ സഹായം വേണ്ടി വന്നല്ലോ രക്ഷപ്പെടാൻ. അതുകൊണ്ട് സിംപ്ലിസിറ്റി, വിനയം, കരുണ, ആർദ്രത, ദൈവസ്നേഹം ഉണ്ടായിരിക്കട്ടെ. അതാണ് ഈ കഥയുടെ പൊരുൾ. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അഹങ്കാര മൂഢാത്മാക്കളാണ്. അതുകൊണ്ട് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക. വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, അറിവിൻ്റെ മുത്തുകൾ, അതാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. ഉക്കുലേലെ മെഡിറ്റേഷൻസ്. അപ്പോൾ ഗന്ധവും സംഗീതവും ധ്യാനവും അറിവും കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. കൊല്ലം അയത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ് ഞാൻ. എൻ്റെ സേവനം നേടൂ 9605743596. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും മര്യാദ കൊടുക്കുക, സ്വീകരിക്കുക. അതാണ് ഈ കഥയുടെ പൊരുൾ.